ആഗോള ബഹിരാകാശ ഗവേഷണ രംഗത്തെ മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ട് റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയതും അതിവിദൂരവുമായ ഒരു ബഹിരാകാശ പദ്ധതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ചന്ദ്രനിൽ ഒരു ആണവ നിലയം സ്ഥാപിക്കുക എന്ന അതിസാഹസികവും വിപ്ലവകരവുമായ പ്രഖ്യാപനമാണ് മോസ്കോയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വരും ദശകങ്ങളിൽ ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോന്ന ഒന്നായാണ് ശാസ്ത്രലോകം ഈ പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളെ പൂർണ്ണമായി ഞെട്ടിച്ചുകൊണ്ടാണ് റഷ്യയുടെ ബഹിരാകാശ ഏജൻസി ഈ വിവരങ്ങൾ പരസ്യമാക്കിയത്. വരാനിരിക്കുന്ന പുതിയ ആഗോള ബഹിരാകാശ യുദ്ധത്തിൽ തങ്ങളുടെ വ്യക്തമായ മേധാവിത്വം ഉറപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തുന്ന ഏറ്റവും ധീരമായ നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഔദ്യോഗിക സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് 2030-നും 2032-നും ഇടയിൽ ചന്ദ്രോപരിതലത്തിൽ ഈ ആണവ നിലയം സ്ഥാപിക്കാൻ റഷ്യ പൂർണ്ണമായി സജ്ജമാക്കും. ഒരു ചാന്ദ്രയാണവ റിയാക്ടർ നിർമ്മിച്ച് അത് ചന്ദ്രനിൽ എത്തിക്കുക എന്നത് കേവലം ഒരു സ്വപ്നമല്ലെന്നും അതിനായുള്ള സാങ്കേതിക ഒരുക്കങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചതായും റഷ്യൻ ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിക്കുന്ന ലൂണാർ റിയാക്ടർ സാധാരണ ആണവ നിലയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അത്യാധുനികവുമായിരിക്കും. കടുത്ത ബഹിരാകാശ വികിരണങ്ങളെയും ചാന്ദ്ര അന്തരീക്ഷത്തിലെ കഠിനമായ താപനില വ്യതിയാനങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക റേഡിയേഷൻ പ്രതിരോധ സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. ഭാവിയിൽ ചന്ദ്രനിൽ നിർമ്മിക്കാൻ പോകുന്ന താവളങ്ങൾക്കും ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾക്കും ആവശ്യമായ തടസ്സമില്ലാത്ത ഊർജം ലഭ്യമാക്കുക എന്നതാണ് ഈ ആണവ നിലയത്തിന്റെ പ്രധാന ലക്ഷ്യം. ദീർഘകാലാടിസ്ഥാനത്തിനുള്ള പര്യവേക്ഷണങ്ങൾക്കും ചന്ദ്രനിലെ വിഭവങ്ങൾ ഖനനം ചെയ്യുന്നതിനുമുള്ള വലിയൊരു ഊർജ സ്രോതസ്സായി ഈ ആണവ റിയാക്ടർ മാറും. മനുഷ്യന് ചന്ദ്രനിൽ കൂടുതൽ കാലം തങ്ങി താമസിക്കാൻ ഇത് വഴിയൊരുക്കും. നിലവിൽ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സോളാർ പാനലുകളുടെ വലിയൊരു പരിമിതിയെ മറികടക്കാൻ ആണവോർജത്തിന് സാധിക്കുമെന്നതാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചന്ദ്രനിലെ കഠിനമായ കാലാവസ്ഥയിൽ സോളാർ പാനലുകളെ മാത്രം ആശ്രയിച്ച് വലിയൊരു താവളം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് അസാധ്യമാണ്. ഭൂമിയിലെ 2 ആഴ്ച കാലത്തിന് തുല്യമായ ദൈർഘ്യമേറിയ ചാന്ദ്രരാത്രികളെ പ്രതിരോധിക്കാൻ ഈ ആണവ നിലയത്തിന് സാധിക്കും. ചന്ദ്രനിൽ 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന കൊടുമിരുട്ടിൽ സോളാർ പാനലുകൾ പൂർണ്ണമായും നിശ്ചലമാക്കുമ്പോൾ ഈ റിയാക്ടർ തുടർച്ചയായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭരണകൂടത്തിന് വലിയൊരു രാഷ്ട്രീയ സൈനിക വെല്ലുവിളിയാണ് റഷ്യയുടെ ഈ നീക്കം ഉയർത്തുന്നത്. അമേരിക്ക തങ്ങളുടെ സ്വന്തം ചാന്ദ്ര ദൗത്യങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ ചന്ദ്രനിൽ ആണവ നിലയം സ്ഥാപിക്കുമെന്ന റഷ്യയുടെ പ്രഖ്യാപനം വാഷിംഗ്ടണിൽ വലിയ ഉത്കണ്ഠയ്ക്ക് കാരണമായിട്ടുണ്ട്. ബഹിരാകാശത്തെ ആണവവൽക്കരണം എന്ന ചർച്ചകൾക്കും ഇത് വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ്. 2ാം ശീതയുദ്ധകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ ബഹിരാകാശ മത്സരത്തിനാണ് ഈ പ്രഖ്യാപനം കളമൊരുക്കിയിരിക്കുന്നത്. ചന്ദ്രന്റെ നിയന്ത്രണം ആരുടെ കൈകളിലാകുമെന്ന തർക്കം ഭാവിയിൽ ആഗോള രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കും. അമേരിക്കയും ചൈനയും റഷ്യയും തമ്മിലുള്ള ഈ ത്രികോണ മത്സരം ബഹിരാകാശ സാങ്കേതിക വിദ്യകളുടെ വികാസത്തെ അതിവേഗത്തിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. റഷ്യയുടെ ഈ പദ്ധതി കേവലം ചന്ദ്രനിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ഇതിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന ആണവ സാങ്കേതിക വിദ്യകൾ ഭാവിയിലെ ചൊവ്വ ദൗത്യങ്ങൾക്കും മറ്റ് ദൂരഗ്രഹ പര്യവേക്ഷണങ്ങൾക്കും അടിത്തറപ്പാകും. പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് മനുഷ്യന് യാത്ര ചെയ്യണമെങ്കിൽ ആണവോർജം അനിവാര്യമാണെന്ന യാഥാർത്ഥ്യം റഷ്യ വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. അന്താരാഷ്ട്ര തലത്തിൽ കനത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുമ്പോഴും ഇത്തരം വൻ പദ്ധതിയുമായി റഷ്യ മുന്നോട്ടു പോകുന്നത് പാശ്ചാത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. റഷ്യയുടെ സാങ്കേതിക ശേഷിയും ശാസ്ത്ര പ്രതിഭയും ഇപ്പോഴും തകർക്കപ്പെട്ടിട്ടില്ല എന്ന ശക്തമായ സന്ദേശമാണ് വ്ളാഡിമിർ പുടിൻ ഇതിലൂടെ ലോകത്തിന് നൽകുന്നത്. എങ്കിലും ചന്ദ്രനിലേക്ക് ഒരു ആണവ റിയാക്ടർ എത്തിക്കുക എന്ന ദൗത്യം കനത്ത വെല്ലുവിളികൾ നിറഞ്ഞതാണ്. റോക്കറ്റ് വിക്ഷേപണ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ അത് ഭൂമിയിൽ വലിയ തോതിലുള്ള റേഡിയേഷൻ ഭീഷണി ഉയർത്തിയേക്കാം. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിയമങ്ങളുടെയും കടുത്ത സുരക്ഷാ മാനദണ്ഡങ്ങളുടെയും ലംഘനമാണിതെന്ന് പല പരിസ്ഥിതി ശാസ്ത്ര സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചന്ദ്രനിൽ ആണവ അവശിഷ്ടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെ കുറിച്ചും വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഭൂമിയെ പോലെ ചന്ദ്രന്റെ ഉപരിതലവും ആണവ മലിനീകരണത്തിനിടയായാൽ അത് ഭാവിയിലെ എല്ലാ ബഹിരാകാശ ദൗത്യങ്ങളെയും ദോഷകരമായി ബാധിക്കും. ഈ വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും റഷ്യൻ ശാസ്ത്രലോകം വലിയ ആത്മവിശ്വാസത്തിലാണ്.
തങ്ങളുടെ പക്കൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിരുകൾ ലംഘിക്കുന്ന ഈ റഷ്യൻ ദൗത്യം ലോകത്തെങ്ങുമുള്ള ബഹിരാകാശ പ്രേമികളെ ആവേശഭരിതരാക്കുന്നുണ്ട്. പുടിന്റെ ഈ ധീരമായ ബഹിരാകാശ നീക്കം ട്രംപിനെയും മറ്റ് ആഗോള ശക്തികളെയും ചന്ദ്രനിലേക്ക് കൂടുതൽ വേഗത്തിൽ നീങ്ങാൻ പ്രേരിപ്പിക്കും. മനുഷ്യൻ ചന്ദ്രനെ കേവലം ഒരു സന്ദർശന സ്ഥലമായി കാണാതെ അവിടെ സ്ഥിരമായി ജീവിക്കാൻ പോകുന്ന കാലം വിദൂരമല്ലെന്നാണ് ഈ ആണവ ദൗത്യം വ്യക്തമാക്കുന്നത്.